തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ചലനങ്ങൾ ശക്തമാവുകയാണ്. കെ.സി. വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ചെന്നൈയിലെത്തി എം.കെ. സ്റ്റാലിനുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ദ്രാവിഡ മുന്നേറ്റ കഴകം നേതൃത്വം നൽകുന്ന മതേതര പുരോഗമന സഖ്യത്തിൽ കോൺഗ്രസിന് അനുവദിക്കേണ്ട നിയമസഭാ സീറ്റുകളുടെ എണ്ണമാണ് ചർച്ചയുടെ മുഖ്യ വിഷയമെന്നാണ് സൂചന. കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കെ.സി. വേണുഗോപാലിനൊപ്പം ടി.എസ്. സിംഗ്ഡെയും പങ്കെടുത്തു. ഡി.എം.കെയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും സഹോദരിയും എം.പിയുമായ കനിമൊഴി കരുണാനിധിയും ചർച്ചകൾക്ക് നേതൃത്വം നൽകി. എന്നാൽ കോൺഗ്രസിന്റെ തമിഴ്നാട് ചുമതലയുള്ള എ.ഐ.സി.സി. ഇൻചാർജ് ഗിരീഷ് ചോന്തകരെയും തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ. സെൽവ പെരുന്തകയെയും ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന വിവരം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ശ്രദ്ധേയമായി. ഡി.എം.കെയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഇതുവരെ അന്തിമ രൂപം കൈവരിക്കാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അധികാരം പങ്കിടൽ, സീറ്റ് വിഭജനം, സഖ്യത്തിലെ പ്രാതിനിധ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുപക്ഷങ്ങൾക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സഖ്യകക്ഷികളുമായി അധികാരം പങ്കിടില്ലെന്ന സ്റ്റാലിന്റെ നിലപാടും അതിനെതിരെ കോൺഗ്രസിന്റെ പ്രതികരണവും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയതായി വിലയിരുത്തപ്പെടുന്നു. 20 വർഷത്തിലേറെയായി തുടരുന്ന ഡി.എം.കെ കോൺഗ്രസ് സഖ്യത്തിൽ പുതിയ വിള്ളലുകൾ ഉണ്ടാകുന്നുവെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ചേതങ്കറുമായുള്ള ഭിന്നതകൾ കാരണം ഡി.എം.കെ അദ്ദേഹവുമായി നേരിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്നായിരുന്നുവെന്നും അതുകൊണ്ടാണ് വേണുഗോപാൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതെന്നുമാണ്. കൂടാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാക്കിയ മുദ്രവെച്ച കവർ സ്റ്റാലിന് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് ചർച്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 30-ലധികം നിയമസഭാ സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 25 സീറ്റുകൾ 27 അല്ലെങ്കിൽ 28 മാത്രമേ ഉയർത്താൻ കഴിയൂ എന്ന നിലപാടിലാണ് ഡി.എം.കെ. ഇതോടൊപ്പം ഒരു രാജ്യസഭാ സീറ്റിനായും കോൺഗ്രസ് ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഘടകങ്ങളായി മാറിയിട്ടുമുണ്ട്. അതേസമയം ഡി.എം.കെ സഖ്യകക്ഷികളുമായുള്ള ഔപചാരിക സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ച ദിനം തന്നെയാണ് കെ.സി. വേണുഗോപാലും സ്റ്റാലിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. സഖ്യത്തിലെ ആദ്യ ചർച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായാണ് നടന്നത്. സഖ്യത്തിന്റെ വ്യാപക താൽപര്യങ്ങൾ പരിഗണിച്ച് 2021 കുറഞ്ഞ സീറ്റുകൾ സ്വീകരിക്കണമെന്നാണ് ലീഗിനോട് ഡി.എം.കെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് വിവരം. കഴിഞ്ഞ രാത്രി നടന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയായിട്ടില്ല. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ചർച്ചകൾക്ക് വ്യക്തതയുണ്ടാകുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ നിർണായക ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് രാഷ്ട്രീയം ശക്തമായ നീക്കങ്ങളാലും അപ്രതീക്ഷിത വഴിത്തിരിവുകളാലും ശ്രദ്ധേയമാവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് എം.കെ. സ്റ്റാലിൻ നയിക്കുന്ന ഡി.എം.കെ പ്രതിപക്ഷ നിരയിൽ വലിയ ചലനം സൃഷ്ടിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി എ.ഐ.ഡി.എം.കെയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കേഡർ റൈറ്റ്സ് റിട്രീവൽ കഴകം എന്ന വിഭാഗം നയിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായ ഒ. പനീർസെൽവം സ്റ്റാലിനുമായി അടുത്തിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എം.ജി.ആറിന്റെയും ജയലളിതയുടെയും അനുഗ്രഹം സ്റ്റാലിനൊപ്പമാണെന്ന തരത്തിലുള്ള പരാമർശവും ഒ. പനീർസെൽവം നടത്തിയിരുന്നു. ഇത് രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ശക്തി പകർന്നു. ഇതിനിടയിലാണ് അന്തരിച്ച നടനും രാഷ്ട്രീയ നേതാവുമായി വിജയകാന്ത് സ്ഥാപിച്ച ഡി.എം.കെ നയിക്കുന്ന സഖ്യത്തിലേക്ക് ചേരാൻ ഔദ്യോഗികമായി തീരുമാനമെടുത്തത്. ഡി.എം.കെ ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്ത് ഡി.എം.കെ ആസ്ഥാനത്തെത്തി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഈ തീരുമാനം പുറത്തുവന്നത്. എൻ.ഡി.എ സഖ്യത്തിലേക്ക് ഡി.എം.കെ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്ന സമയത്തായിരുന്നു ഈ അപ്രതീക്ഷിത കൂടിക്കാഴ്ച. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.